Hey guys, welcome back to my channel. So നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മറ്റൊന്നുമല്ല, നിങ്ങൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ബിഹൈൻഡ് ദ സീൻസ്, നമ്മളുടെ ബ്രൈഡൽ ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വ്ളോഗ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം പോയിട്ട് വ്ളോഗ് കണ്ടിട്ട് പിന്നെ ഈ വീഡിയോ വന്നിട്ട് കാണുക കേട്ടോ. അപ്പം ഇത് കുറച്ച് എന്തൊക്കെയാണ് പോസസും കാര്യങ്ങളും, എത്ര ഹെയർ സ്റ്റൈൽസ് ചെയ്തിട്ടുണ്ട്, ആ വക ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഷൂട്ടിന്റെ ലൊക്കേഷൻ വന്നിട്ട്. ഇത് തലശ്ശേരിയിൽ തന്നെയുള്ള മണവാട്ടി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആളുടെ ഓണറുടെ വീടാണ് കേട്ടോ. അപ്പം അടിപൊളി വീടാണ്. ഇപ്പൊ റീസെന്റ് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പം ഇത് ആശിഷാണ്, ആളാണ് കംപ്ലീറ്റ് കൺസെപ്റ്റും കാര്യങ്ങളും സ്റ്റൈലിങ്ങും ജ്വല്ലറിയും ഒക്കെ സെലക്ട് ചെയ്ത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്ളോഗ് കാണാത്തവർക്കായിട്ട് ഇത് വീണ്ടും പറയുകയാണ് കേട്ടോ. വളരെ ഈസി ആയിരുന്നു.
കാണുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതായത് ഇപ്പം ആർക്കായാലും, എനിക്കാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെങ്കിലും ആർക്കാണെങ്കിലും അതായത് ഓരോരോ ബ്രൈഡ്സിനെയും നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചേച്ചി എന്നെയും മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ചെയിനും ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം ത്രെഡൊക്കെ വെച്ച് നന്നായിട്ട് കെട്ടിയിട്ടാണ് ഓരോ ചെയിനും സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ കാര്യവും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായൊരു ഷൂട്ടാണ്. നമ്മൾ ഒട്ടും ഒരു വീക്ക് മുന്നെയോ ഒരു 2 വീക്സ് മുന്നെയോ പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നില്ല. 2 or 3 ഡേയ്സിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് സംഭവങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ആരും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഷൂട്ട് ക്യാമറയാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഞാനാണെങ്കിൽ പോലും ഒട്ടും തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. എല്ലാം പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് എന്നാലും എല്ലാവരും അവരുടെ 100% ഇട്ടിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളയുടെ സൈസ് മാത്രം കുറച്ച് പ്രശ്നമായി, കയറുന്നുണ്ടായിരുന്നില്ല. 1-2 സ്ക്രൂ വെച്ചിട്ടാണെങ്കിൽ പോലും ബാക്കിയുള്ളതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കവറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്രീമൊക്കെ ഇട്ട് നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല. ക്രീമൊക്കെ ഇടുമ്പോഴത്തോളം എനിക്ക് കൈയൊക്കെ മുറിഞ്ഞ് ആകെ വഷളായി. അപ്പോൾ കവർ വെച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആശിഷ് തന്നെ എനിക്ക് വളയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നല്ല പെയിനായിരുന്നു ഇടുമ്പോൾ, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കാരണം വളരെ ചെറിയ ചെറിയ വളകളായിരുന്നു. എൻ്റെ കൈയാണെങ്കിൽ കുറച്ച് വലിയ സൈസുമാണ്. ഒരു സംഭവമാണ്. മറ്റേത് ബാക്കിലേക്ക് കോംബ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു സെൽഫിയാണ്. ഇതൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫിൽറ്ററൊന്നും ഇല്ലാത്തൊരു സെൽഫിയാണ്. ഇതാണ് എൻ്റെ റിയൽ മേക്കപ്പ് ലുക്ക് വന്നിട്ട്. അതായത് വിത്തൗട്ട് ഫിൽറ്റർ ഒന്നും ചെയ്യാത്ത ഒരു മേക്കപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് അവിടുത്തെ നമ്മളെ ഷൂട്ടിൻ്റെ ഒരു ലൊക്കേഷൻ മേലത്തെ വ്യൂ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ സാർ വന്നിട്ട്. സാറാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഫുഡൊക്കെ 1 o'clock അങ്ങനെ ആയപ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കഴിക്കാന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് അങ്ങനെ 3:30 ഷൂട്ട് കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കോസ്റ്റ്യൂം വരെ മാറ്റിയിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായി. ഞാൻ പറഞ്ഞു അവരുടെ അടുത്തൊക്കെ കഴിച്ചോളൂ, പക്ഷെ ആരും റെഡി ആയിരുന്നില്ല. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു ഷൂട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. ടിൽ ദെൻ ബൈ.